2024 US തെരഞ്ഞെടുപ്പിൽ ഇടപെടുവാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഇറാനിലെയും റഷ്യയിലെയും സ്ഥാപനങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തി US. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ അനുബന്ധ സ്ഥാപനത്തിലും റഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്കുമാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും 2024 US തെരഞ്ഞെടുപ്പിൽ US വോട്ടർമാരെ സ്വാധീനിക്കാനും ഇവർ ലക്ഷ്യമിട്ടതായി US ട്രഷറി വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. 2023 മുതൽ സ്വാധീന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതായാണ് ട്രഷറി വകുപ്പ് പറയുന്നത്. മോസ്കോ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ ജിയോപൊളിറ്റിക്കൽ എക്സ്പെർട്ടൈസ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ഡീപ് ഫേക്കുകൾ സൃഷ്ടിക്കുന്നത് നിർദ്ദേശിക്കുകയും സബ്സിഡി നൽകുകയും ചെയ്തുവെന്നും ട്രഷറി വകുപ്പ് പറയുന്നു. ഇറാൻ, റഷ്യ സർക്കാരുകൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുന്നു. തെറ്റായ വിവര പ്രചരണങ്ങളിലൂടെ അമേരിക്കൻ ജനതയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കുന്ന എതിരാളികൾക്കെതിരെ അമേരിക്ക ജാഗ്രത പുലർത്തുമെന്നും ട്രഷറി വകുപ്പിന്റെ തീവ്രവാദ സാമ്പത്തിക ഇന്റലിജൻസ് ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ബ്രാഡ്ലി സ്മിത്ത് പറഞ്ഞു. 2024 വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ CGE ഒരു വീഡിയോയും കൈകാര്യം ചെയ്തതായി ട്രഷറി വകുപ്പ് പറഞ്ഞു. എന്നാൽ ഏത് സ്ഥാനാർത്ഥിയെയാണ് ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാക്കിയിട്ടില്ല.